ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ലക്കി മം സ്റ്റോറീസ് എന്ന് അഫിയാണേ. എന്തൊക്കെ എല്ലാവരെയും വിശേഷം? സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ റമദാനൊക്കെ ആരംഭിച്ചല്ലേ. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണെന്ന്. ഇതിൽ സ്റ്റിച്ചിങ് ഒന്നുമല്ല കേട്ടോ. എൻ്റെ സ്റ്റിച്ചിങ് ചാനലായിട്ടായിരിക്കുമല്ലോ നിങ്ങൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ കൂടെ കൂടിയത്. അതിൽ തന്നെ ഞാൻ കുറച്ച് മുന്നേ പ്ലാനിങ്ങിൻ്റെ വീഡിയോസും ഒക്കെ ചെറുതായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാനതുപോലെ പ്ലാനിങ്ങിനോടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഈ ഡയറികളോടും ഡയറി എഴുതുന്നതിനോടും പ്ലാൻ ചെയ്യുന്നതിനോടും ഒക്കെ. അപ്പോൾ പ്ലാനിങ് ശരിക്കും നമുക്ക് ലൈഫിൽ ആവശ്യം തന്നെ ആണല്ലേ. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പലതും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കുറച്ച് ബുക്സാണ്. ലക്കി മം എന്ന് പറയുമ്പോൾ ഒരു ലക്കൻ്റെ കൂടെ എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ആ വിശ്വാസം പോലെ തന്നെ ഞങ്ങളിവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ പോയപ്പോൾ 1 ദിറമിന് കിട്ടിയ ബുക്സും ത്രെഡ്സും ഒക്കെയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ലക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് എനിക്ക് ഒരു ലക്ക് പോലെ എനിക്കിത് കയ്യിലേക്ക് വരാറുണ്ട്. ഈ ബുക്സിനൊക്കെ എങ്ങനെ വന്നാലും കുറച്ചധികം എമൗണ്ട് ഉണ്ടാവും. അത് എത്രയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇവിടെ എനിക്ക് ഷോപ്പിൽ നിന്ന് 1 ദിറമിനാണ് ഇതൊക്കെ കിട്ടിയത്. അവിടെ പുറത്തുനിന്ന് എന്തൊക്കെ ഡാമേജ് പീസ് അങ്ങനെ എന്തൊക്കെ ആണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ ഷോപ്പിൽ ഉണ്ടാവാറുണ്ട്, ഒന്നായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ടത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനങ്ങനെ പോയപ്പോൾ കിട്ടിയ കുറച്ച് ബുക്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാനോ ഇങ്ങനത്തെ ബുക്സൊക്കെ കിട്ടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നേ. അപ്പോൾ നമ്മളിങ്ങനെ ആഗ്രഹിച്ച് നടന്നാൽ എന്തും സാധിക്കും എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ ഭ്രാന്ത്? പ്ലാനിങ് ബുക്സിനോടും ഡയറീസിനോടും ഒക്കെ. ഞാൻ ചെറുതിലേ ഡയറി എഴുതുന്ന ആളായിരുന്നേ. അപ്പോൾ അന്നൊക്കെ ഡയറി എഴുതാന്നുള്ളത് മാത്രമായിരുന്നു. അത് എങ്ങനെ എഴുതണം എന്ത് എഴുതണം എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലേ. പക്ഷേ ഞാൻ ഡയറി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ പുതുതായിട്ട് 2026 വാങ്ങിയ പുതിയ 2 ഡയറികളാണ്. അത് ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ച് ആൾട്രേഷൻ വർക്കൊക്കെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്റ്റിച്ചിങ്ങിൽ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. എൻ്റേതായ ഈ ഇത്ര ആഗ്രഹങ്ങളും ഇത്ര ഭ്രാന്തുകളൊക്കെ ഞാൻ എൻ്റെ ക്യാഷ് കൊണ്ട് തന്നെ വാങ്ങുന്നത്. ഞാൻ ചെറുതായാലും കുറച്ചുകൂടെ വലുതായാലും ഞാൻ തന്നെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ക്യാഷ് സ്റ്റിച്ചിങ്ങിലൂടെയൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ട് വാങ്ങാറാണ് കേട്ടോ പതിവ്. അങ്ങനെ നമുക്ക് റമദാൻ വന്നെത്തിയില്ലേ. അപ്പോൾ റമദാനായിട്ട് പ്ലാനിങ് ഒക്കെ ചെയ്യുന്നവരാണോ നിങ്ങൾ? റമദാൻ എന്നല്ല, ഓരോ ഇയറായിട്ടും മന്ത്ലി ആയിട്ടും വീക്ക്ലി ആയിട്ടും ഒക്കെ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ഞാനും ഈയിടെയായിട്ട് പ്ലാനിങ്ങിലൂടെ തന്നെയാണ് കേട്ടോ പോവാറ്. പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടാറുണ്ട്. അപ്പോൾ പ്ലാനിങ് ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അനുഭവം. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഇത്ര കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇത്ര താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പ്ലാൻ ചെയ്യാനും അത് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് അത് ടിക്കിട്ട് പോകുമ്പോഴൊരു സംതൃപ്തിയൊക്കെ ഈ ഇടയായിട്ടാണ് ഞാൻ കറക്റ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു സംതൃപ്തി ഭയങ്കരം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ചിത്രം വരയ്ക്കുക, പെയിൻറ്റ് ചെയ്യുക എന്നൊക്കെ പഠിക്കുന്ന കാലത്തെ ഉമ്മ കാണാതെയൊക്കെ സൈഡിലായിട്ട് ചെയ്തു വന്നിരുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ. പക്ഷേ യൂട്യൂബിൽ നമ്മളിപ്പോൾ ഇങ്ങനത്തെ പ്ലാനിങ്ങിൻ്റെയും പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് നോക്കി അതിൻ്റെ താഴെ ഒരുപാട് അതുപോലെ വീഡിയോസ് വരുമല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഇത്രയും സ്കോപ്പ് ഉണ്ടെന്നും ഇതുപോലെ എന്നെപ്പോലെ ഇൻട്രസ്റ്റ് ഉള്ളവരും ഭ്രാന്തുള്ളവരും ഉണ്ടെന്നൊക്കെ തിരിച്ചറിയാനും പറ്റിയിട്ടോ. പക്ഷേ ഞാൻ
അന്ന് ഞാൻ കരുതാൻ ഞാൻ എന്തൊക്കെയും ഇങ്ങനെ പഠിക്കാതെ ചിത്രം വരക്കലൊക്കെ, പക്ഷെ അന്ന് ചിത്രം വരയോടൊന്നും അത്ര പ്രമോട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. അതുപോലെ നമുക്ക് ഇത്രയും ഐറ്റംസൊന്നും അന്ന് അവൈലബിളും അല്ലായിരുന്നു. നമ്മളൊക്കെ താമസിക്കുന്ന ഏരിയയിലൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും കിട്ടുകയില്ല. പക്ഷെ ഇതൊക്കെ ഒരു വേസ്റ്റ് സാധനങ്ങളാണെന്നും അത് വാങ്ങാൻ ഉമ്മമാരോടൊക്കെ പ്രസ് ചെയ്ത് വാങ്ങിപ്പിക്കാനും ഒക്കെ ഒരു പേടിയായിരുന്നു. പക്ഷേ അത് അന്നേ ഞാൻ ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്കിത് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താണോ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അത് നമ്മൾ അതിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. ഞാനൊക്കെ അതിലിപ്പം നിരാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പ്രാവശ്യം ചെയ്ത റംസാൻ പ്ലാനറാണ് കേട്ടോ ഇത്. അപ്പോൾ പ്ലാനിങ് കണ്ടോ, ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്തോ ഒരു രസമാണ് ഈ ബുക്ക് എടുത്ത് വെച്ച് മുന്നിൽ വെച്ച് അത് ടിക്ക് ചെയ്യുമ്പോഴൊക്കെ. ഈ പേജ് തുടങ്ങി കാണുന്നത് മുതൽ തന്നെ എനിക്ക് എന്തോ ഒരു സംതൃപ്തിയാണ്. എനിക്കിതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം. നിങ്ങൾക്കും ഇത്ര ഇൻട്രസ്റ്റൊക്കെ ഉണ്ടോ? നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യാറുണ്ടോ? ഒക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഓരോരോ പേജിലും ഓരോരോ കാര്യങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചതാണ്. അതൊക്കെ നടപ്പിൽ വരുത്താൻ കഴിയും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ പ്ലാൻ ചെയ്തതൊക്കെയും എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിൽ നിന്ന് കുറേയൊക്കെ ചെയ്യാൻ പറ്റാത്തത് റെഡ് മാർക്ക് ചെയ്യേണ്ടി, ക്രോസ് മാർക്ക് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും അതിൽ നിന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ഓരോരോ മാസവും വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചിലർക്ക് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും, അത് നടപ്പിൽ വരുത്താൻ ഗട്സ് ഉള്ളവരുണ്ടായിരിക്കും. പക്ഷെ അതില്ലാത്തവർക്ക് ഇങ്ങനെ പേപ്പറിൽ എഴുതിയിട്ട് പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. ഇതിപ്പോൾ ഖുർആൻ റീഡിങ്ങിനും, ഖുർആൻ നമ്മളെ ഒരു 20 സൂറത്തെങ്കിലും നമുക്ക് റിപ്പീറ്റായിട്ടൊന്ന് മറന്നു പോയതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് ഓതി പിന്നെ ഓർമ്മ പുതുക്കുക. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ഓതി നോക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ട്രാക്ക് ചെയ്യാൻ വിചാരിച്ചിട്ടൊക്കെ എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും നിങ്ങളെ പ്ലാനിങ് അനുഭവങ്ങളും പ്ലാനിങ് ഡയറീസ് ഉണ്ടോ എന്നുള്ളതും ഒക്കെ കമൻറ്റ് ചെയ്യണേ. അത്തരം ഒരു ഡിസ്കഷനുമായിട്ടാണ് ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.